ADGP MR അജിത് കുമാർ ശബരിമലയിൽ ട്രാക്ടർ യാത്ര നടത്തിയതിൽ നടപടിക്ക് ശുപാർശ. പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിലാണ് ശുപാർശ. ട്രാക്ടർ യാത്ര നിയമലംഘനമെന്നാണ് പോലീസ് മേധാവിയുടെ റിപ്പോർട്ട്. ആർ റോഷിപാൽ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ആർ റോഷിപാൽ. ചട്ടലംഘനമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നടപടി ഉണ്ടാകുമോ? നിയമലംഘനമെന്ന് DGP കൃത്യമായി പറയുന്നു. മുഖ്യമന്ത്രിയുടെ മുന്നിലല്ലേ റിപ്പോർട്ട്? സുജയ പാർവതി, പോലീസ് മേധാവി രാവണ ചന്ദ്രശേഖർ സംസ്ഥാന സർക്കാർ നൽകിയ റിപ്പോർട്ടിലാണ് ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന ശുപാർശയുള്ളത്. ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് DGP നൽകിയത്. ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ കാര്യം റിപ്പോർട്ടിലൂടെയാണ് പോലീസ് മേധാവി സ്ഥിരീകരിച്ചത്. എന്നാൽ ആ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന്, ശബരിമലയിലേക്ക് ട്രാക്ടർ യാത്ര നടത്താൻ പാടില്ല എന്നത് ഹൈക്കോടതിയുടെ ഉത്തരവാണ്. ആ ഉത്തരവിന്റെ ലംഘനമാണ് ഇപ്പോൾ ADGP MR അജിത് കുമാർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മാതൃകാപരമായ ശിക്ഷ നൽകിയില്ലെങ്കിൽ അത് പിന്നീട് തെറ്റായ സന്ദേശം നൽകും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം നിർണായകമാണ്. മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഹൈക്കോടതി തന്നെ ഇത് സ്വമേധയാ ഈ ട്രാക്ടർ യാത്രയുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ചിട്ടുണ്ട്. അതിൽ പത്തനംതിട്ട SP-യുടെ റിപ്പോർട്ടും സ്വീകരിച്ചു. അവിടെ നിന്നും ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ റിപ്പോർട്ടും സ്വീകരിച്ചു. അതുകൊണ്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ ശബരിമലയിലെ ഈ ട്രാക്ടർ യാത്രയുമായി ബന്ധപ്പെട്ട ഹർജി വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ നിലപാട് എന്താണെന്ന് അറിയാൻ സർക്കാരും കാത്തിരിക്കുന്നു. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഈ ADGP MR അജിത് കുമാറിന്റെ വിവാദ ട്രാക്ടർ യാത്ര, അതിൽ നടപടിക്കുള്ള ശുപാർശ പോലീസ് മേധാവി നൽകിയെന്നതാണ്. നേരത്തെ തന്നെ അത് നിയമലംഘനമാണെന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു. ബോധപൂർവമായാണ് ഈ ട്രാക്ടർ യാത്ര നടത്തിയത്. കാരണം നേരത്തെ ശബരിമലയിലെ പോലീസിന്റെ സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിച്ച MR അജിത് കുമാറിന് ശബരിമലയിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാം. എന്നിട്ടും ഈ ട്രാക്ടറിൽ എന്തുകൊണ്ട് യാത്ര ചെയ്തു എന്ന ചോദ്യമാണ്. പക്ഷേ അതിൽ ഏറ്റവും വിചിത്രമായ കാര്യം, ഈ ട്രാക്ടർ യാത്ര നിയമവിരുദ്ധമാണെന്ന് പോലീസ് കണ്ടെത്തുമ്പോൾ അതിൽ പമ്പ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ ആ ട്രാക്ടർ ഓടിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ്. അതായത് കാലിന് വേദനയായതുകൊണ്ട് ട്രാക്ടറിൽ സഞ്ചരിച്ചു എന്നത് റവാഡയോട് ADGP പറഞ്ഞുവെന്നും കേൾക്കുന്നുണ്ട്. ഇത്തരം നടപടികൾ പോലീസിൽ ആരും ആവർത്തിക്കരുത് എന്നും DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞുവെന്നും കേൾക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രിക്കും അറിയാവുന്നതാണല്ലോ, കഴിഞ്ഞ 12 വർഷമായി നിലവിലുള്ള വിധിയാണ്, ഇന്നലെയോ മിനിഞ്ഞാന്നോ വന്നതല്ല. പമ്പ സന്നിധാനം റൂട്ടിൽ ചരക്കു നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ. അപ്പോൾ ശബരിമലയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്ന ADGPക്ക് കാലിന് വേദനയാണെങ്കിൽ യാത്ര ഒഴിവാക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഒരുക്കുക എന്നതിനപ്പുറം ട്രാക്ടറിൽ കയറാൻ പാടില്ല എന്നത് അറിയാത്തതൊന്നുമല്ലല്ലോ റോഷിപാൽ. സുജയ പാർവതി, ശബരിമലയിലേക്ക് ഈ സ്വാമി അയ്യപ്പൻ റോഡ് വഴി ഈ ട്രാക്ടറിലൂടെ ചരക്ക് നീക്കം മാത്രമാണ്. ഇത് പോലീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാക്ടറാണ്. ഈ ട്രാക്ടറിൽ പോലീസിന് ആവശ്യമായ ഭക്ഷണം അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അവിടെ എത്തിക്കുക എന്നതാണ് ഈ ട്രാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ട്രാക്ടറിലാണ് പോലീസ് ഡ്രൈവറെ ഉപയോഗിച്ച് ശബരിമലയിലേക്ക് MR അജിത് കുമാർ യാത്ര ചെയ്തത്. ശബരിമലയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ തനിക്ക് കാൽവേദന വന്നു. ആ കാൽവേദന വന്നപ്പോൾ അതുവഴി പോകുന്ന പോലീസിന്റെ ട്രാക്ടർ കണ്ടപ്പോൾ അതിലേക്ക് കയറി എന്നാണ് വിശദീകരണം. ഈ വിശദീകരണം ഏതായാലും സംസ്ഥാന പോലീസ് മേധാവി അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ശബരിമലയിലേക്ക് ഇൻഫർമേഷൻ നൽകിയാൽ തൊട്ടു പിന്നാലെ തന്നെ സന്നിധാനത്തും റെസ്ക്യൂ വാഹനം വരും. റെസ്ക്യൂ വാഹനത്തിലാണ് അത്തരം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ കൊണ്ടുപോവുക. ട്രാക്ടറിൽ ഒരു കാരണവശാലും നടപടി വേണമെന്ന് DGP ആവശ്യപ്പെടുന്നുണ്ട്. RSS കൂടിക്കാഴ്ചയിലും ഇത് തന്നെയായിരുന്നു. അതായത് ദത്താത്രേയ ഹൊസബിളയെ പോയി കണ്ട കൂടിക്കാഴ്ചയിലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കാര്യങ്ങൾ. പക്ഷേ അതിൽ നടപടി ഉണ്ടാകുന്നോ എന്ന് നമ്മൾ നോക്കിയിരുന്നു. ഇതിലും നമ്മൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുമോ റോഷിപാൽ? സുജയ പാർവതി, അങ്ങനെ പൊതുവേ ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു സംശയമുണ്ട്. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിലും അഭിപ്രായമുണ്ട് MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സർക്കാർ എടുക്കില്ല എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ സേനയ്ക്കകത്ത് ഒരു അസംതൃപ്തിയുണ്ട്. കാരണം ഇങ്ങനെ MR അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്രയിൽ അത് നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തുമ്പോൾ ട്രാക്ടർ യാത്രയിൽ FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഒരു പാവപ്പെട്ട പോലീസുകാരനെ മാത്രം പ്രതിയാക്കി എന്നൊരു ചോദ്യം, ആ ചോദ്യമാണ് ഇപ്പോൾ പോലീസ് സേനയ്ക്കകത്ത് അമർഷം പുകയാൻ കാരണമായിരിക്കുന്നത്. ഏതായാലും സർക്കാർ ഇനിയും MR അജിത് കുമാറിന് സംരക്ഷണം നൽകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നേരത്തെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അതിനപ്പുറത്തേക്ക് തൃശൂർ പൂരം വിവാദവുമായി ബന്ധപ്പെട്ട് അവിടെ അലങ്കോലപ്പെട്ട വിഷയത്തിൽ CPI ഉൾപ്പെടെ മന്ത്രി K രാജൻ അടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളിലടക്കം ഇപ്പോഴും സർക്കാർ MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്തില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങൾ എന്താണ്? ഈ റിപ്പോർട്ട് മുന്നിലെത്തിയിട്ട് എന്താണ് അടുത്തതായി ചെയ്യാൻ പോകുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമുക്ക് വേണ്ടത്. റോഷിപാൽ, ആ കാര്യങ്ങൾ കൂടി ശേഖരിക്കൂ. എന്താണ് സർക്കാർ ഇതിലെടുക്കാൻ പോകുന്ന നടപടി, മുഖ്യമന്ത്രി എടുക്കാൻ പോകുന്ന നടപടി, അതാണ് അറിയേണ്ടത്.